Hi friends, this is our second video on this college comparison series. So, in this video, we will compare Black Key, that is Ahmedabad, Bangalore, Calcutta, Lucknow, Indore and Kozhikode versus Faculty of Management Studies, Delhi University, which is FMS. Okay. This is we compare because this is confusion. One have an FMS call and one has also got some Black Key calls. Then end the choose. First of all, I will say that I have controversial personal opinions. This is my colleagues and friends and information. So, don't get offended. One. Second thing, do your own research as well. I but to the best of my knowledge, I have honest opinions. So, first of all, Black Key versus FMS. So, in this ABC versus FMS compare. Pinna Lucknow versus FMS, Pinna Indore and Kozhikode versus FMS. First of all, FMS FMS is one of the oldest B school. They have got the alumni legacy. Faculty of Management Studies, Delhi University. There is a saying that if you are only ready to give peanuts, you will only get monkeys. That is peanuts. This is FMS. This is a mentality. Say, India is MBA. MBA industry average. I mean, average fees. So, America MBA around what? Say, $200K, $150K. That's the US standard. That's the B schools. Third boy is cheap. Europe is India MBA fees it's around 18 to 25 lakhs. That's what we must learn. Ini adilum corona ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കടയിൽ പോയിട്ട് നമ്മളിപ്പം ഷർട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഒരു ആവറേജ് ഷർട്ടിന്റെ പൈസ 1500 ആണ്. നിങ്ങൾക്ക് 300 രൂപയ്ക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞാൽ ഷർട്ട് കിട്ടും. പക്ഷെ ഷർട്ടിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. അല്ലെങ്കിൽ മത്തന്റെ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള സംഭവം. ഇത് കുറെ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദാറ്റ് അവരെപ്പോഴും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പായിട്ട് എവിടെ MBA ചെയ്യാൻ പറ്റും, ചീപ്പായിട്ട് എവിടെ MBA ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അവിടെ പറയാനുള്ളത് ദിസ് ഇസ് നോട്ട് റിഗാർഡിംഗ് FMS ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അതർ കോളേജസ്. സേ ഫോർ എക്സാമ്പിൾ പല ആൾക്കാരും ചോദിക്കാറുള്ളത് IMS ഒക്കെ ഇത്ര ഫീസ് അല്ലേ, ഞാൻ എന്തെങ്കിലും tier 3 ഇപ്പം SCMS രാജഗിരിന്നോ എവിടെന്നെങ്കിലും MBA ചെയ്യട്ടെ എന്ന് വരെ ചോദിക്കാറുണ്ട് ബിക്കോസ് ഫീസ് ഈസ് ലെസ്. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത് അഗെയിൻ ഇഫ് യു ആർ ഓൺലി റെഡി ടു ഗിവ് പീനട്സ് യു വിൽ ഓൺലി ഗെറ്റ് monkeys. ഇനി there are colleges like Simsri അല്ലെങ്കിൽ DSC ഒക്കെ ഉണ്ട്. DSC ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ the thing is, I mean, when you are paying only 20,000 or 30,000 instead of 20 lakhs, be ready to take a hit somewhere. അത് അക്കാഡമിക്സിലായിരിക്കണമെന്നില്ല, അത് നിങ്ങളുടെ പ്ലേസ്മെന്റ്സിലായിരിക്കണമെന്നില്ല. മേ ബി അതൊരു ഓവറോൾ MBA എക്സ്പീരിയൻസിലായിരിക്കാം, മേ ബി അത് എന്തെങ്കിലും ഒരു ഫാക്ടറിലായിരിക്കാം, ബട്ട് ബി റെഡി ടു ടേക്ക് ദാറ്റ് ഹിറ്റ്. FMS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സംതിങ് ഡിഫറെന്റ്. കാരണം അവിടെ ഫീസ് കുറവാണ്, അതായത് 2+1 3 lakhs ഫീസേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും അവര് കോമ്പീറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് കീ ആയിട്ടാണ്. അല്ലെങ്കിൽ സേ ബ്ലാക്ക് കീ എന്ന് പോലും ഞാൻ പറയില്ല, ഒരു എന്താ പറയാ ABC ലക്നോ ആയിട്ടാണ് അവര് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് FMS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FMS ഇന്ത്യസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബി സ്കൂൾസ്. അഗെയിൻ ഞാൻ പറഞ്ഞു അവിടുത്തെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ഈ ടച്ചിങ് ലക്നോയുടെ ഇക്വലന്റ് ആയിട്ടാണ് പോകുന്നത് മുതലായ കാര്യങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റീവിസിറ്റ് ചെയ്യാം. ഇത് ഞാൻ എന്റെ ഒരു ഇതിൽ മാത്രം പറയുന്നതല്ല, ഒരുപാട് FMSകാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആക്കിലുമായിട്ടൊരു വീഡിയോ ചെയ്തത് ഈ ചാനലിൽ തന്നെ ഉണ്ട്. FMS ആക്കിൽ ഇന്റർവ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ഡാറ്റ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ആക്കില് 3 വർഷം ഇൻഡോറിൽ IPMന്റെ ഫസ്റ്റ് 3 years പഠിച്ചിട്ട് FMSൽ കാറ്റ് എഴുതി പോയ ആളാണ്. സോ ഹി ക്യാൻ വെരി വെൽ കമ്പയർ a proper B school where you pay the actual fees required for an MBA and then completed his MBA and then versus his life in FMS. So FMS ഈ കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിൽ MBA കൊടുക്കുന്നത് ഒന്നിലെ tier 3 tier 4 B schools ആയിരിക്കും. tier 1 tier 2 ഉണ്ടെങ്കിൽ അത് ഒരു യൂണിവേഴ്സിറ്റി കോളേജ് ആയിരിക്കും. കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ എപ്പോഴും ഒരു ഗവൺമെന്റ് ഫീസ് അവർ കളക്ട് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നോക്കിയാലും, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയാലും, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയാലും അവരുടെയൊക്കെ MBA പ്രോഗ്രാംസ് വിൽ ബി ചീപ്പ്. സിംസ്രി എന്ന് പറയുന്ന മുംബൈയിലെ സംഭവം. ഇപ്പൊ JBMS നോക്കിയാലും അവിടുത്തെ മുംബൈയുടെ ഗവൺമെന്റ് ബി സ്കൂളാണ്. ഇപ്പൊ JBMS പോയി കഴിഞ്ഞാലും JBMS സേ ഇറ്റ്സ് കോൾഡ് ഫാക്ടറി ഓഫ് CEOs. അവിടെ ചെറിയ ഫീസേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ആണെങ്കിലും യു മിസ് ഔട്ട് ഓൺ എ ലോട്ട് ബിക്കോസ് യു ആർ നോട്ട് ആ ഒരു ഫീസ് കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്.
അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. FMSലും ലൈക്ക് വൈസ് ഒരു സിംഗിൾ ബിൽഡിംഗ് ആണ്. യൂഷ്വലി ഒരു ബി സ്കൂൾ എന്ന് പറയുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ബി സ്കൂൾ എന്ന് പറയുന്നത് ഒരു 100 to 200 to 300 ഏക്കറുള്ള ഒരു ക്യാമ്പസിൽ entire facilities will be for you. Like right when you get in, from the security to the housekeeping staff to the mess to the food court to the classrooms to the acad block to whatever, I mean laundry services to sports facilities, ഇപ്പൊ എന്തായാലും ജിം ആണെങ്കിലും എല്ലാം ഒരു ബി സ്കൂളിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും. അതായത് trust me on this, like when you pay the actual fees for an MBA and you go to a proper B school, there are exceptions like say NMIMS for example, but other than that if you go for a B school, നിങ്ങൾ 2 വർഷം ആ കോളേജിൽ നിന്ന് കാല് കുത്തി പുറത്ത് ഇറങ്ങിയില്ലെങ്കിലും യു ക്യാൻ ആക്ച്വലി കംപ്ലീറ്റ് യുവർ MBA. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇനി ഇത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചില ആൾക്കാർ പറയും, ചേട്ടാ ഞാൻ ജിമ്മിൽ പോകാറില്ല, ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോകാറില്ല, ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കാറില്ല, എനിക്ക് ലോണ്ടറി വേണ്ട, ഞാൻ സ്വന്തമായിട്ടാണ് തുണി പെരുമാറ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ദി തിങ് ഈസ്, ഇത് ഇല്ല എന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതും ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, ഒരു സൈക്കോളജിക്കൽ സാധനമുണ്ട്. ഇപ്പൊ ആഖില് പറഞ്ഞതും എന്റെ അടുത്ത് പറഞ്ഞ അതാണ്. ഇപ്പം ജിമ്മിൽ ഞാൻ എന്നും പോകുമെന്നല്ല, പക്ഷെ ഇവിടെ എനിക്ക് FMSൽ ഇതിൽ പോകണമെങ്കിൽ, അപ്പൊ FMS ഒറ്റ ബിൽഡിംഗ് ആണ്. FMSൽ ബേസിക്കലി ഒരു ഓപ്പൺ ക്യാമ്പസ് ആണ്. അപ്പൊ അപ്പുറത്തെ കോളേജിന് അപ്പുറത്ത് DUല് 90 കോളേജോ മറ്റോ ഉണ്ട് DUല്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളവർ വരും. ഷെയർഡ് അമ്യൂണിറ്റീസ് ആണ്, ആകെ ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ. കൂടുതലും ആൾക്കാർ ഹോസ്റ്റൽസ് എടുത്തിട്ട് അല്ലെങ്കിൽ റൂം അപ്പാർട്ട്മെന്റ്സ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫുൾ പൈസ കൊടുക്കുന്ന സമയത്ത് 20-25 lakhs കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തതെല്ലാം ഇൻക്ലൂഡ്, ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് ഈ പറഞ്ഞ കുറെ ഫെസിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ആണ്. ഇതെല്ലാം പുറത്തെടുക്കണം. സേ ഡൽഹിയിൽ ശരിക്കും FMS 3 lakhs അല്ല, FMS ഒരു 10, 11, 12 lakhsന്റെ MBA ആണ്. സേ 2 വർഷം നിങ്ങൾ അവിടെ ഒരു നല്ലൊരു അക്കോമഡേഷനും ഫുഡിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു ജിം സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുകയാണ്, നിങ്ങൾ ബാക്കി അത്യാവശ്യം സോഷ്യലൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ലൈക്ക് 10 to 12 lakhs. 3 lakhs versus 25 അല്ല കമ്പയർ ചെയ്യേണ്ട, അവിടെ ഒരു 12 versus 25 ആണ് ശരിക്കും FMS ആണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടി വരിക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 lakhs ആകുമ്പോൾ നിങ്ങൾക്ക് അത് മൊത്തം ലോൺ എടുക്കാം. 25 lakhs ഫീസാണ്, അത് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കവേർഡാ. FMSൽ പോയി ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെൽറ്റയും പിന്നെ കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസിനുള്ള മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ബാക്കിയുള്ള ജിം ഫീസ് ഒന്നും നിങ്ങൾക്ക് പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഈ ഫാക്ടർ ഇത് ചെയ്യണം. അപ്പം അഗൈൻ കമ്മിങ് ബാക്ക് ടു ആക്കിൽ പറഞ്ഞത്, എനിക്കിപ്പം ജിമ്മിൽ ഞാൻ എന്നും പോകുന്നില്ല, പക്ഷെ IIM ഇൻഡോറിൽ ഇപ്പം നാളെ തൊട്ട് എനിക്ക് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ നാളെ തൊട്ട് എനിക്ക് രാവിലെ എണീച്ച് ഓടാൻ പോകണം എന്ന് വിചാരിച്ചാൽ ഐ ഹാവ് എൻ ഓപ്ഷൻ ദർ. അതായത് അതവിടെ ഓൾറെഡി ഉണ്ട്, ഞാൻ ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പുറത്ത് പോയി അതിനുവേണ്ടി കുറെ എഫേർട്ട് ഇടണം. പിന്നെ നിങ്ങളൊരു ക്യാമ്പസിൽ കയറുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പം ആക്കിലൊക്കെ IPM കഴിഞ്ഞിട്ട് ഓൾറെഡി ആ ഒരു റിഗർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് FMSലോട്ട് പോയതാണ്. ബട്ട് when you are going in, I think you will be going in as a newbie to the B school. Initially it will be very tough, right? നിങ്ങളുടെ ക്ലബ് കമ്മിറ്റി സെലക്ഷൻസ്, സമ്മർ ഇന്റേൺഷിപ്പ്, റെസ്യൂമേ പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ടൈമിൽ ആ സമയത്ത് ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന ഒരു എൻവയോൺമെന്റ് വിൽ ഹെൽപ്പ് യു ഇമ്മൻസ്ലി. ഐ മീൻ നിങ്ങൾക്ക് ആ ഫുഡിന്റെ സമയമാകുമ്പോൾ ജസ്റ്റ് തൊട്ടടുത്തുള്ള മെസ്സിൽ പോയിരുന്ന ഫുഡ് കഴിച്ചാൽ മതി. മറ്റടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നീ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യേണ്ടി വരും, പുറത്ത് ഫുഡ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് പോയി നിൽക്കേണ്ടി വരും, എന്നിട്ട് കോളേജിലെ പ്ലേസ്മെന്റ് പ്രീ പ്രോസസ്സിനൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FMSൽ ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. പിന്നെ ഉള്ള വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഐ ടോൾഡ്, ഒരു ബി സ്കൂളിൽ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഹോസ്റ്റൽസ് ആണെങ്കിലും ഗേൾസ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടാവും, മിക്സഡ് ഹോസ്റ്റൽസ് ഉണ്ടാവും, ഗേൾസിന് ബോയ്സ് ഹോസ്റ്റൽ വരാം. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ക്വാളിറ്റി ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഡ്യൂറിംഗ് ദി നൈറ്റ്. ക്യാമ്പസിനകത്ത് ഒരുപാട് പാർട്ടീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ പാർട്ടീസ് ഒക്കെ ഒരു സോഷ്യലൈസിങ് അവന്യൂസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അവന്യൂസ് എല്ലാം പുറത്ത് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ലെഫ്റ്റ് ഔട്ട് ആവും. ഇപ്പൊ FMSലുള്ള കുറെ ആൾക്കാർ ഇപ്പൊ ഡൽഹിയിൽ തന്നെ ജനിച്ചു വളർന്നവർ, അല്ലെങ്കിൽ ഓൾറെഡി സിറ്റീസിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഓൾറെഡി അവരുടെ സർക്കിൾസും സാധനങ്ങളും ഒക്കെ ഉള്ളവർ അവരൊരു ഗ്രൂപ്പായിട്ട് മാത്രം മാറി നിന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളിപ്പം ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഫോർ സമ്മൺ ഹു നീഡ് ദി ഫെസിലിറ്റീസ് ആൻഡ് ദി സിസ്റ്റം ടു സപ്പോർട്ട് ഈ പറഞ്ഞ ഒരു ഇന്ററാക്ഷൻ, ആ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാവില്ല. ദാറ്റ് ബീങ് സെഡ്, ഇനി ബ്ലാക്ക് ആയിട്ടാണല്ലോ നമ്മളുടെ കമ്പാരിസൺ. FMSൽ പ്ലേസ്മെന്റ്സ് ഉണ്ട്, FMSൽ ഫീസ് കുറവാണ്, ബട്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിന്റെ ഒരു വലിയൊരു കുറവുണ്ട്. നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുറെ മിസ് ഔട്ട് ആയി പോകുന്നുണ്ട്. എക്സ്പെൻസസ് 3 lakhs അല്ല, ഇതൊക്കെ ആദ്യം മനസ്സിൽ വെക്കുക. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC വേഴ്സസ് FMS കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോ ബ്രെയിനർ ഗോ ഫോർ ABC. നിങ്ങൾ ഫീസ് അവിടെ നോക്കണ്ട. കാരണം നിങ്ങളുടെ ലോങ് റണ്ണിൽ നിങ്ങൾ ആ ഒരു ABCയുടെ ബ്രാൻഡ് വെച്ചിട്ട് നിങ്ങൾ
ലെവറേജ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ FMSനെക്കാളും കൂടുതലാണ്. FMS അതിനേക്കാളും ഓൾഡ് ആയിരിക്കും, അതിനേക്കാളും അലൂമിനി ബേസ് ഉണ്ടാവും. പക്ഷെ IAM ബ്രാൻഡ്, അതും IAM ABC ബ്രാൻഡ് വെച്ചിട്ട് ഇറ്റ്സ് എ നോ ബ്രൈനർ. A and B and C all three have got like fabulous campus, they have got their legacy, they have got everything in place, like entire system in place. എന്ത് ഫെസിലിറ്റീസ് ആണെങ്കിലും. സോ ഇറ്റ്സ് എ നോ ബ്രൈനർ. ഐ ഡോണ്ട് വോണ്ട് ടു ഈവൻ ടോക്ക് അബൌട്ട് ലൈക്ക് ABC വേഴ്സസ് FMS. ABC ഉള്ള ഒരാൾ ഒരു കാരണവശാലും FMS എടുക്കാൻ പാടില്ല. സിമ്പിൾ, ഫസ്റ്റ് റൂൾ. ബട്ട് സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് ലക്നോ ആയിട്ടാണ് ശരിക്കും FMS ഒരു ആക്ച്വൽ കമ്പാരിസൺ വരുന്നത്. ഓക്കെ, ലക്നോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്നോ അഗൈൻ ഒരു 200 ഏക്കർ ക്യാമ്പസ് ആണ്. റിലേറ്റീവ്ലി ന്യൂ ആണ്, 1980s ലക്നോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഐ വുഡ് സേ ലക്നോ ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ FMS ഫോർ ദി ഒബ്വിയസ് റീസൺ. നിങ്ങൾ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ പറയാണ്, വെൻ യു പേ പീനട്സ് യു വിൽ ഹാവ് ടു ടേക്ക് എ ഹിറ്റ് സംവെയർ. ആ ഹിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫും നിങ്ങളുടെ ഒരു ഓവറോൾ MBA എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. എഗെയിൻ നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്, കുറച്ച് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. നിങ്ങൾ ചാടിക്കയറി നെറ്റ്വർക്ക് ചെയ്യുന്ന ആളല്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റും ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യും എന്നുള്ള ആൾക്കാരാണെങ്കിൽ അഗെയിൻ ഗോ ഫോർ ലക്നോ. IAM ബ്രാൻഡും പ്ലേസ് എ റോൾ. FMS എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയാലും നിങ്ങൾക്ക് അതിനുള്ള ആൾക്കാർക്ക് അറിയാം FMS ടോപ്പ് ആണെന്ന്. പക്ഷെ അറ്റ് ദി സെയിം ടൈം നിങ്ങൾ പോയിട്ട് ഈവൻ നിങ്ങളുടെ കമ്പനീസിലൊക്കെ കുറച്ച് താഴോട്ടുള്ള ആൾക്കാരത്തൊക്കെ പറയുമ്പോൾ FMS ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സർക്കിൾസ് പറയുമ്പോൾ ചിലപ്പോൾ IAMസിന് കുറച്ചുകൂടെ ഒരു ബെറ്റർ ബ്രാൻഡ് അവിടെ കിട്ടുന്നുണ്ടാവാം. ഞാൻ FMSനെ എപ്പോഴും മോശമായിട്ടല്ല പറയുന്നത്, പക്ഷെ ഐ എം ടോക്കിംഗ് ടു യു ഇൻ കമ്പാരിസൺ വിത്ത് ABC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും FMS പോയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലക്നോ ആണെങ്കിലും ഞാൻ പറയുന്നു മൈ വേർഡ് ഇറ്റ് വുഡ് ബി FMS. ഇനിയുള്ളത് കോഴിക്കോട് ഇൻഡോർ വേഴ്സസ് FMS ആണ്. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പ്ലേസ്മെന്റ്സ്, ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ്, ഇൻ ദ സെൻസ് റാങ്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആൾക്കാർ വുഡ് സേ FMS ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ബട്ട് സ്റ്റിൽ ഞാൻ FMSനെ കുറിച്ച് ഇനി പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനി കമ്മിങ് ടു കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്. അപ്പോൾ ഒരു ക്യാമ്പസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, IAM കോഴിക്കോടിലെ കുട്ടികളടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തെടുത്ത് സംസാരിച്ചാൽ ഇപ്പോഴും 2-3 വർഷം മുന്നേ ഗ്രാജുവേറ്റ് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ 10 വർഷം മുന്നേ ഗ്രാജുവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പറയാൻ പോകുന്ന ക്യാമ്പസാണ്. അത്രയും ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, അവിടെ അവർ ഉണ്ടാക്കിയ മെമ്മറീസ്, അവിടെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ ഇത് ആ ഒരു FMSൽ ലാക്കിംഗ് ആണ്. അത് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ക്യാമ്പസ്, ഇറ്റ്സ് അബൌട്ട് എ ലോട്ട് ഓഫ് മെമ്മറീസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. ആൻഡ് ഫോർ മീ ഇഫ് ഐ ഗെറ്റ് എൻ ഓപ്ഷൻസ്, ഇനി ഇൻഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇൻഡോർ തന്നെ പഠിച്ചതാണ്. എനിക്ക് ഇൻഡോർ ക്യാമ്പസുമായിട്ട് ഭീകര അറ്റാച്ച്മെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഐ മീൻ അത്രയും നല്ലൊരു ക്യാമ്പസ് എനിക്ക് തന്ന മെമ്മറീസും, അത്രയും നല്ല ക്യാമ്പസ് എനിക്ക് തന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും ഫ്രണ്ട്സും എക്സ്പീരിയൻസസും എന്നൊക്കെ പറയുന്നത് ഞാൻ അത്ര അധികം എന്റെ ലൈഫിൽ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ആക്കിലൊക്കെ ഇപ്പം ഇൻഡോറിന്ന് FMSലോട്ട് പോയിട്ട് ആക്കിൽ പറയുന്നത് ഇൻഡോർ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ ചോയ്സ്. ലൈക്ക് നൗ ഇഫ് യു ആസ്ക് ആക്കിൽ ലൈക്ക് ഇൻഡോർ അല്ലെങ്കിൽ കോഴിക്കോട് വേഴ്സസ് FMS ചോദിച്ചില്ലെങ്കിൽ he would have chosen ഇൻഡോർ ഓർ കോഴിക്കോട് പ്യൂർലി ബിക്കോസ് ഓഫ് ദി ക്യാമ്പസ് സംഭവം. ഇന്ത്യന്റെ താഴെ നിങ്ങൾ ഒരു ഷില്ലോങ്ങുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം IFT അല്ലെങ്കിൽ NMIMS അല്ലെങ്കിൽ SIBM പൂനെ ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇറ്റ്സ് എ നോ ബ്രൈനർ, യു ക്യാൻ ഗോ ഫോർ FMS. സ്റ്റിൽ ക്യാമ്പസ് ഫാക്ടറി ഇസ് ദെയർ. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അലൂമിനി ബേസ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അവിടത്ത് കിട്ടാൻ പറ്റുന്ന പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ക്യാമ്പസ് ഈ പറയുന്ന കോമ്പറ്റീഷൻസ്, അതൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ ബ്ലാക്കിൽ വരെ ഇതിന് താഴെ നിങ്ങളൊരു ഷില്ലോങ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന SIBM പൂനെ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ FMS. അവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ഈ കമ്പനിയുടെ കേസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ദേ ഓൺലി ഓപ്പൺ ഫോർ ദി Tier 1 B schools. ഈ Tier 1 B schools ബ്ലാക്കി ഉണ്ട്, MDA ഉണ്ട്, FMS ഉണ്ട്, XLRI ഉണ്ട്, SPJN ഉണ്ട്. അപ്പം ഇത് എല്ലാത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് മിസ്സിംഗ് ഔട്ട് ഓൺ ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്? പക്ഷെ ഇപ്പൊ ഒരാൾ ഷില്ലോങ് FMSന്റെ മുകളിൽ ചൂസ് ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം ബേസിക്കലി ദേ ആർ ലൂസിംഗ് ഔട്ട് ഓൺ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് കമ്പനീസ്, കോർപ്പറേറ്റ് കോമ്പറ്റീഷൻസ് എക്സെട്ര. സോ അവിടെ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ബ്ലാക്കി വരെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് അഗൈൻ മൈ ഒപ്പീനിയൻസ്. ഈ കുറെ ആൾക്കാർ പറയും ഇവനെന്ത് മണ്ടത്തരവ് പറയുന്നതെന്ന്. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷെ എന്റെ അറ്റ്ലീസ്റ്റ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, പുറത്തുനിന്നുള്ള ഈ ചാനലുകൾ പറയുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ദിസ് ഈസ് മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ. So you can take your decision doing your own research. So thanks a lot for watching my video and please subscribe to my channel as well. ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുന്ന തോന്നിയാൽ അവർക്ക് അയച്ചും കൊടുക്കുക. I'll be soon coming up with more comparison videos soon.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.